നീ എന്നെ തനിച്ചാക്കി പോയില്ലെന്ന് പറഞ്ഞതല്ലേ? പിന്നെന്തിനാ നീ പോവാൻ ശ്രമിക്കുന്നത്? തൻ്റെ ചുണ്ടുകളെ മോചിപ്പിച്ചു കണ്ണൻ നീരസത്തോടെ ചോദിച്ചത് കേൾക്കെ ആദി ഒന്നും മിണ്ടാതെ കണ്ണനെ തന്നെ നോക്കിക്കിടന്നു. ആദി, നിന്നോടാ ഞാൻ ചോദിച്ചത്. അവൻ്റെ മുഖത്ത് നിമിഷനേരം കൊണ്ട് ദേഷ്യം നിറയുന്നത് ആദി കണ്ണ് വിടർത്തി നോക്കിക്കണ്ടു. നിങ്ങൾക്കെന്നെ ഇഷ്ടമല്ലല്ലോ, പിന്നെന്തിനാ നിങ്ങളുടെ ജീവിതത്തിലും ഈ വീട്ടിലും ഒരു അധികപ്പറ്റായി ഞാൻ ജീവിക്കുന്നത്? എനിക്ക് നിന്നെ ഇഷ്ടമില്ലെന്ന് ഞാൻ പറഞ്ഞോ? ഞാൻ പറഞ്ഞോന്ന്? കണ്ണൻ ദേഷ്യം കൊണ്ട് വിറച്ചത് കാണെ ആദി കണ്ണിറുകെ മൂടി അവൻ്റെ നെഞ്ചിൽ കൈവച്ചതും അവനൊന്ന് സൈലൻ്റായി അവളെയും തൻ്റെ നെഞ്ചിൽ വെച്ച് അവളുടെ കൈയും മാറി മാറി നോക്കി. അപ്പം നിങ്ങൾക്ക് എന്നെ ഇഷ്ടമാണോ? കണ്ണ് തുറന്നു കൂടിയ നെഞ്ചിലിപ്പോടെ ആദി ചോദിച്ചത് കേൾക്കെ കണ്ണൻ ഒന്നും മിണ്ടിയില്ല. അവൻ്റെ നാക്ക് ചലിക്കുന്നില്ല. മനസ്സും തലച്ചോറും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മയക്ക് കൂടുന്നത് അവൻ അറിയുന്നുണ്ട്. എന്താ ഒന്നും മിണ്ടാത്തത്? നിങ്ങൾക്കെന്നെ ഇഷ്ടമാണോ അല്ലയോ? ആദി ഒരിക്കൽ കൂടി ചോദ്യം ആവർത്തിച്ചു. കണ്ണൻ ഒന്നും മിണ്ടാതെ അവളുടെ മുഖത്തേക്ക് നോക്കി നിൽക്കുക മാത്രം ചെയ്തു. നിങ്ങൾക്ക് മറുപടിയില്ല. അപ്പോൾ അതിനർത്ഥം നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നില്ല എന്നാണ്. അതുകൊണ്ട് തന്നെ ഈ വീട്ടിൽ എനിക്ക് വലിയ റോളില്ല. സോ ഞാൻ പോകുന്നു. പിന്നെ ഈ താലി ഞാനങ്ങ് ഊരിത്തരാത്തത് എന്തെന്നാൽ നിങ്ങൾ ഈ ബന്ധത്തിന് വില കൽപ്പിക്കുന്നില്ലേലും ഞാൻ ഈ താലിക്ക് വളരെയധികം പ്രാധാന്യം നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഈ കഴുത്തിൽ നിന്ന് ഒഴിവാക്കാൻ മനസ്സ് സമ്മതിക്കുന്നില്ല. ആദിയുടെ സംസാരം കണ്ണനെ വല്ലാതെ ദേഷ്യം പിടിപ്പിക്കുന്നുണ്ടായിരുന്നു. അവൾ തന്നെ വിട്ടുപോകും എന്നുള്ളത് കണ്ണന് സഹിക്കാത്തതുപോലെ. ആദിത്യ, കണ്ണൻ ദേഷ്യത്തിൽ വിളിച്ചത് കേൾക്കി ആദി ഒന്നും മിണ്ടാതെ അവൻ്റെ കണ്ണിലേക്ക് നോക്കി. എന്തോ ഒരു നിസ്സഹായാവസ്ഥ അവൻ്റെ കണ്ണിൽ ആദി കണ്ടു. തന്നെ പ്രണയിക്കാതിരിക്കാൻ കണ്ണനിൽ മറ്റെന്തെങ്കിലും കാരണമുണ്ടാവുമോ? അവൻ്റെ കണ്ണുകളും എന്നോടുള്ള അവൻ്റെ പ്രവൃത്തിയും അവൻ എന്നെ ഇഷ്ടമാണെന്ന് വിളിച്ചോതുന്നുണ്ട്. പക്ഷേ ഇടയ്ക്കങ്ങേർ കന്യം കയറും. സ്നേഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അസുരനാവും. ചിലപ്പോൾ അസുരഭാവത്തിൽ നിന്ന് റൊമാൻറ്റിക് ഹീറോ ആവും. ഇങ്ങാരെപ്പോൾ എങ്ങനെ പെരുമാറും എന്ന് ദൈവം തമ്പുരാനറിയാം. ആദ്യം ഒന്നും മിണ്ടാത്തത് കാണെ കണ്ണൻ അവിടെ മാറിലേക്കായി മുഖം പൂഴ്ത്തി കിടന്നു. അതറിയെ ആദി ആഞ്ഞു ശ്വാസം വലിച്ചു വിട്ട് അനങ്ങാതെ കിടന്നു. കണ്ണൻ്റെ കണ്ണ് നിറഞ്ഞൊലിച്ച് തൻ്റെ മാറിനെ ചുംബിക്കുന്നതായി ആദിക്ക് തോന്നിയതും അവൾ അവൻ്റെ തലയിലൊന്ന് തലോടി. കണ്ണേട്ടാ, നിങ്ങൾ കരയാണോ? എന്തെങ്ങൾക്ക് പറ്റിയേ? എന്തിനാ കരയുന്നേ? ആദിയിൽ വല്ലാത്തൊരു പരവേശം നിറഞ്ഞു. കണ്ണൻ കരയുന്നത് അവൾക്ക് സഹിക്കുന്നില്ലായിരുന്നു. ആദിത്യ, നീ എന്നെ തനിച്ചാക്കി പോയില്ലെന്ന് എനിക്ക് വാക്ക് തരൂ. ഞാൻ എന്തൊക്കെ പറഞ്ഞാലും ചെയ്താലും നിന്നെ ഒത്തിരി വേദനിപ്പിച്ചാൽ പോലും നീ എൻ്റെ കൺവെട്ടത്ത് തന്നെ ഉണ്ടാവുമെന്ന് പറ. നീ എന്നെ തനിച്ചാക്കി പോകുമെന്നുള്ളത് എൻ്റെ മനസ്സിന് താങ്ങാത്തതുപോലെ തോന്നുക പെണ്ണെ. കുഞ്ഞു പിള്ളേരെ പോലെ തൻ്റെ മാറിലെ മുഖമമർത്തി പറയുന്ന കണ്ണനെ കാണെ ആദി തറഞ്ഞു നിന്നുപോയി. കണ്ണൻ എന്താ ഇങ്ങനെയെന്ന് ആദിക്ക് മനസ്സിലാവുന്നില്ല. ഇടയ്ക്ക് സ്നേഹിക്കും, ഇടയ്ക്ക് പരിഭവം പറയും, ഇടയ്ക്ക് ദേഷ്യപ്പെടും. പക്ഷെ എപ്പോഴും ഞാൻ കൂടെ വേണമെന്നാണ് അവൻ്റെ മനസ്സ് മന്ത്രിക്കുന്നത് എന്നോർക്കെ അവളിൽ വല്ലാത്തൊരു സന്തോഷം തോന്നി. അവൾ അവൻ്റെ മുടിയികളിലൂടെ വിരലോടിച്ചു. നീ എന്നെ നിന്റെ ജീവിതത്തിൽ നിന്ന് ഇറക്കി വിടുന്നോ അന്നല്ലാതെ ഒരിക്കലും ഞാൻ നിന്നെ വിട്ടെവിടേക്കും പോവില്ല. എനിക്ക് ഈ അസുരനെ അത്രയ്ക്കിഷ്ടം. എപ്പോൾ മുതലാണ് ഞാൻ തന്നെ ഇത്രമേൽ പ്രണയിച്ചു തുടങ്ങിയത് എന്നെനിക്കറിയില്ല. പക്ഷേ ഈ ഹൃത്തിൽ നിന്റെ അസുരൻ കയറി കൂടിയ സ്ഥിതിക്ക് ഇനി ഞാൻ തൻ്റെ ഒപ്പം ഉണ്ടാവും. ആദ്യ ഒരു പുഞ്ചിരിയോടെ പറഞ്ഞത് കേൾക്കെ കണ്ണൻ മീകളുയർത്തി ആദിയെ നോക്കി. അവൻ്റെ ചുണ്ടുകൾ വല്ലാതെ പുഞ്ചിരി തൂകുന്നുണ്ടായിരുന്നു. ആ പുഞ്ചിരിയോടെ തന്നെ വീണ്ടും തൻ്റെ മാറിലേക്ക് അവൻ മുഖം ചേർത്ത് കിടന്നതും ആദി വാത്സല്യത്തോടെ അവൻ്റെ തലയിൽ തലോടിക്കൊണ്ടിരുന്നു. കണ്ണൻ ഉറങ്ങിയെന്ന് കാണെ ആദ്യം അവനെ തന്നിൽ നിന്ന് അകറ്റി കിടത്തി ബെഡിൽ നിന്ന് എഴുന്നേറ്റ് വേഗം താഴേക്ക് ചെന്നു. സരിത ചേച്ചിക്കൊപ്പം പണിയെടുത്ത് എല്ലാം റെഡിയായെന്ന് കണ്ടതും ഫുഡ് ഹാളിൽ കൊണ്ടുവച്ച് എല്ലാവരെയും വിളിക്കാൻ ചെന്നു. മുത്തച്ഛൻ്റെ അടുത്തേക്ക് ചെന്നതും അയാൾ നിറമെയ്യാൽ ആദിയെ നോക്കി. എന്തിനാ ദൈവം എൻ്റെ കുഞ്ഞിനെ എങ്ങനെ വേദനിപ്പിക്കുന്നത്? ദൈവത്തിന് എന്നെ ഒത്തിരി ഇഷ്ടമായോണ്ടാ മുത്തച്ഛ. കൃഷ്ണൻ ആദിയെ ചേർത്ത് പിടിച്ച് ചോദിച്ചത് കളിക്കെ അവളൊന്ന് കണ്ണ് ചെമ്മി കാണിച്ച് പുഞ്ചിരിച്ചു. ഏത് വേദനയിലും നിന്റെ അമ്മയെപ്പോലെ തന്നെ പുഞ്ചിരിച്ച് നിൽക്കാൻ നിനക്കറിയാം. എൻ്റെ മോള് മിടുക്കിയ. ഇവിടെ നരകിച്ച് ജീവിക്കേണ്ടതല്ല എൻ്റെ കുഞ്ഞിൻ്റെ ജീവിതം. മുത്തച്ഛൻ ഒന്നുകൊണ്ടും പേടിക്കണ്ട. ഇങ്ങടെ കൊച്ചുമോൻ ഈ ആദിയെ സ്നേഹിക്കും. നിങ്ങൾക്കൊക്കെ കണ്ണട്ടൻ എന്നെ സ്നേഹിക്കുന്നത് കണ്ട് അസൂയ തോന്നും. അത്രമേൽ എൻ്റെ അസുരൻ എന്നെ പ്രണയിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ്. ആദി വല്ലാത്തൊരു പുഞ്ചിരിയോടെ പറഞ്ഞത് കേൾക്കി കൃഷ്ണൻ അവളെ കണ്ണ് വിടർത്തി നോക്കി. നിന്റെ വിശ്വാസം പോലെ നടക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ കൃഷ്ണൻ എന്നെ ഒരിക്കലും കൈവിടില്ല. എന്തുണ്ടലും കൃഷ്ണനോടാണ് ഞാൻ പറയൽ. അതുകൊണ്ട് തന്നെ കൃഷ്ണൻ എന്നെ കൈവിടില്ലെന്ന് എനിക്ക് 100% ഉറപ്പാണ്. ആദ്യം പുഞ്ചിരിച്ചുകൊണ്ട് മുത്തച്ഛൻ്റെ കവിളിലൊന്ന് തട്ടിയതും അയാളും പുഞ്ചിരിച്ചു. വേഗം വായോ ഫുഡ് കഴിക്കാൻ. അവൾ അയാളെ വിളിച്ച് അവിടുന്ന് ബാക്കിയുള്ളവരെ വിളിക്കാൻ പോയി. എല്ലാവരുടെ മുഖത്തും ഒരു തരം പുച്ഛം നിറഞ്ഞു നിൽക്കുന്നത് ആദ്യം ശ്രദ്ധിച്ചിരുന്നു എങ്കിലും അവളതൊന്നും മൈൻഡ് ചെയ്യാൻ തുനിഞ്ഞില്ല. ആരുവിൻ്റെ റൂമിലേക്ക് ചെന്ന ആദി അത്രയും നേരം എല്ലാവരും അവളെ പുച്ഛിച്ചതൊക്കെ ഓർത്തു മുഖത്ത് പുച്ഛം വാരി വിതറി ആരുവിൻ്റെ ഡോറിൽ കൊട്ടി. ഡോറ് തുറന്ന ആരു ആദിയെ കാണി ദേഷ്യത്തിൽ അവളെ നോക്കി. ഫുഡ് വേണമെന്നുണ്ടെങ്കിൽ കഴിക്കാൻ വാ. ഒരു സെർവൻ്റ് ഇങ്ങനെയല്ല ഭക്ഷണം കഴിക്കാൻ വിളിക്കേണ്ടത്. ഐ ആം ദി സോറി അളിയ. ഞാൻ ഈ വീട്ടിലെ സെർവൻ്റ് അല്ല, മറിച്ച് ഈ വീട്ടിലെ കൊച്ചുമകൻ്റെ ഭാര്യയാണ് ഞാൻ.
ദേഷ്യത്തോടെ ആരു പറഞ്ഞത് കേൾക്കെ ആദി ബിൽഡപ്പ് ഇട്ട് ഇല്ലാത്ത കോളറൊക്കെ പൊക്കി പുച്ഛത്തോടെ ആരുവിനെ നോക്കി അവിടുന്ന് പോയി. അത് കാണെ ആരു ദേഷ്യത്തിൽ നിലത്ത് 2 ചവിട്ട് ചവിട്ടി താഴേക്ക് ഇറങ്ങിപ്പോയി. എല്ലാവരെയും ഫുഡ് കഴിക്കാൻ വിളിച്ചു കഴിഞ്ഞ ശേഷം ആദി കണ്ണൻ്റെ അടുത്തേക്ക് പോയി. ചുണ്ടിൽ ചെറു പുഞ്ചിരിയുമായി ഉറങ്ങുന്ന കണ്ണനടുത്തേക്ക് ചെന്നവൾ അവനെ കണ്ണ് വിടർത്തി നോക്കി. എന്ത് രസാന്നറിയോ അസുര നിന്നെ കാണാൻ. എന്താ പറയാ, നീ അസുരഭാവത്തിൽ നിൽക്കുമ്പോൾ ദേ ഈ കവിളുണ്ടല്ലോ, അതങ്ങ് കടിച്ച് പറിക്കാൻ തോന്നും. ആദ്യം ഒന്ന് കുനിഞ്ഞു കണ്ണൻ്റെ കവിളിൽ ചുംബിച്ചതും കണ്ണ് തുറക്കാതെ തന്നെ കണ്ണൻ അവളുടെ അരയിലൂടെ കൈ ചുറ്റി ഒരു വലി വലിച്ചതും ആദ്യത്തെ കിടക്കുന്നു കണ്ണൻ്റെ നെഞ്ചിൽ. അവനൊന്ന് മറിഞ്ഞതും ആദ്യ താഴെയും അവൾക്ക് മുകളിലായി കണ്ണനും വന്നു. നീ എന്തിനാ എന്നെ കിസ് ചെയ്തേ? കണ്ണ് തുറന്നു ഗൗരവത്തിൽ ചോദിച്ച കണ്ണനെ കാണെ ആദ്യം നുമിനീറിറക്കി. ആദ്യമായിട്ടാ ഈ പഹേനെ കിസ് ചെയ്തത്. അതിന് മിക്കവാറും ഇങ്ങേരുടെ കയ്യിൽ നിന്ന് കനത്തിൽ വാങ്ങിച്ച് കൂട്ടേണ്ടി വരും. നിന്നോടാ ചോദിച്ചത് എന്തിനാ കിസ് ചെയ്തേ എന്ന്. എനിക്ക് കിസ് ചെയ്യണമെന്ന് തോന്നി, ഞാൻ കിസ് ചെയ്തു. ആഞ്ഞു ശ്വാസം വലിച്ചുവിട്ട് പറഞ്ഞവളെ അവൻ കണ്ണുരുട്ടി നോക്കി. ആ കിസ് എനിക്ക് ഇഷ്ടമായില്ല, അതുകൊണ്ട് അത് നീ തന്നെ വെച്ചോ. അതും പറഞ്ഞ് കണ്ണൻ അവളുടെ കവൽ അമർത്തി ചുംബിച്ചതും ആദി കിളി പാറി അങ്ങേരെ നോക്കി. ഇങ്ങേര് ശരിക്കും ഒരു ഉമ്മച്ചൻ തന്നെയാ. എന്നെ ഉമ്മ വെക്കാൻ എന്തോരം കാരണങ്ങളാ ഇങ്ങേരുണ്ടാക്കുന്നേ. കിസ് കൊടുത്ത് ഇഷ്ടമായില്ല പോലും. ഇയാളിപ്പോൾ തന്ന കിസ് എനിക്കും ഇഷ്ടമായില്ല. ആദ്യം അവൻ്റെ കവളിൽ ചുംബിച്ചു. അതിഷ്ടമായില്ലെന്ന് പറഞ്ഞ് കണ്ണൻ തിരിച്ച് അവളെ ചുംബിച്ചു. ഇതിങ്ങനെ തുടർന്ന് പോയിക്കൊണ്ടിരുന്നു. ചുംബന മത്സരം പോലുണ്ടത്. അവൻ ഉമ്മ വെക്കുമ്പോൾ അവൾക്ക് ഇഷ്ടമായില്ല പറഞ്ഞ് അവനെ ഉമ്മ വെക്കും. തിരിച്ചവനും അങ്ങനെ തന്നെ. ഇതെനിക്ക് ഇഷ്ടമായില്ലടി മൂദേവി. കണ്ണൻ കലിപ്പിൽ പറഞ്ഞ് അവളുടെ കവളിൽ വീണ്ടും അമർത്തി ചുംബിച്ചതും അവൾക്ക് ദേഷ്യം വന്നു. കുറേ നേരമായി കുട്ടി ക്ഷമിക്കുന്നു. ഇയാൾക്ക് എപ്പോഴും എന്നെ പിടിച്ച് കിസ് ചെയ്യാം. ഞാൻ അങ്ങോട്ട് ആദ്യമായിട്ട് ഒരു കിസ് എന്നപ്പോൾ ഇയാൾക്ക് ഇഷ്ടമായില്ലെന്നോ? അങ്ങനെ ഇട്ടാൽ ഇങ്ങനെ ശരിയാവുക? ഞാൻ കാണിച്ചു തരാം അസുര. ആദ്യം അത്രയും ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് അവൻ്റെ തല പിടിച്ച് താഴ്ത്തിയിട്ട് അവൻ്റെ ചുണ്ടിലായി ചുംബിച്ചതും കണ്ണനൊന്ന് ഞെട്ടി. അവൻ്റെ നെഞ്ചെടുപ്പ് വർദ്ധിച്ചു. മീഞ്ഞു വന്ന കണ്ണാൽ അവൻ അവളെ തന്നെ നോക്കി. തൻ്റെ ചുണ്ടുകളിൽ നിന്ന് അകന്നു നിൽക്കാൻ ഞാനവളുടെ ചുണ്ടുകളെ കണ്ണൻ നുണയാൻ തുടങ്ങിയതും അവൾ കണ്ണിറുകി മൂടി അവൻ്റെ ചുണ്ടുകളെയും ചുംബിച്ചു കൊണ്ടിരുന്നു. ആദ്യമായി ഇരുവരും മത്സരിച്ച് തങ്ങളുടെ ചുണ്ടുകൾ നുണയുന്നത് ഇപ്പോഴായിരുന്നു. ഇത്രയും ദിവസം കണ്ണൻ അവളുടെ ചുണ്ടുകൾ മാത്രമേ നുകർന്നിരുന്നുള്ളൂ. ഇന്ന് ആദ്യമായി ആദ്യ അവൻ്റെ ചുണ്ടിലെയും തേൻ നുകർന്നു. ആദിയുടെ കൈകൾ കണ്ണൻ്റെ പുറത്തായി അമർന്നു. അവൻ്റെ കൈകൾ ആദിയുടെ ധാവണിക്കിടയിലൂടെ അവളുടെ നഗ്നമായ വയറിലായി തഴുകിക്കൊണ്ടിരുന്നു. ഭക്ഷണം കഴിക്കാൻ എല്ലാവരും ഇരുന്നപ്പോഴാണ് കണ്ണൻ ആ കൂട്ടത്തിലില്ല എന്നുള്ളത് അവരെല്ലാം ശ്രദ്ധിച്ചത്. ഈ കണ്ണൻ ഇതെവിടെ പോയി? നീലിമ ചുറ്റും നോക്കി. ആ നശിച്ച പെണ്ണ് വല്ലതും പറഞ്ഞിട്ട് കലിപ്പായി ഇരിക്കുകയായിരിക്കും അവൻ. നീലിമ പറഞ്ഞതിന് പിറകെ യശോദ പല്ല് കടിച്ചു. ഞാൻ കണ്ണേട്ടനെ വിളിച്ചു വരാം. ആരും ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റു. കണ്ണനെ കണ്ട് ആദ്യം ഒരിക്കലും അവന് ചേർന്ന പെണ്ണല്ല എന്നും അതുപോലെ താൻ അവനെ സ്നേഹിക്കുന്നു എന്നും പറയണം എന്ന് മനസ്സിൽ കരുതി അവൾ സ്റ്റെയർ കയറി കണ്ണൻ്റെ റൂമിലേക്ക് പോയതും കണ്ട കാഴ്ച. കണ്ണനും ആദിയും പരസ്പരം മതിമറന്ന് ചുംബിക്കുന്നു. കണ്ണൻ്റെ കൈകൾ ആദിയുടെ ധാവണിക്കിടയിലൂടെ അവളുടെ വയറിനെ തലോടിക്കൊണ്ടിരിക്കുന്നു. ആദ്യം ഇത് കണ്ടവിടെ തറഞ്ഞു നിന്നു. ഇത്രയും പെട്ടെന്ന് കണ്ണേട്ടൻ എങ്ങനെ ആദിയെ സ്നേഹിച്ചു? അവൾക്ക് പറയാൻ കുടുംബമോ കുടുംബപ്പേരോ സ്വത്തോ പണമോ ഒന്നുമില്ല. ഇതെല്ലാമുള്ള ഞാനല്ലേ അവളേക്കാൾ കണ്ണേട്ടൻ ഏറ്റവും യോജിച്ചവൾ? അതൊന്നും പോരാതെ ഞാനല്ലേ കണ്ണേട്ടൻ്റെ മുറപ്പെണ്ണ്? എന്നെ ഇവിടെ നോക്കുകുത്തിയായി നിർത്തി കണ്ണേട്ടൻ ആദിയെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ആദ്യ വൈകാതെ കണ്ണേട്ടൻ്റെ ജീവിതത്തിൽ നിന്ന് ഇറങ്ങിപ്പോവും. ഇല്ലേ ഞാൻ കണ്ണേട്ടനിൽ നിന്ന് അവളെ എന്നേക്കുമായി അകറ്റി നിർത്തും. വല്ലാത്തൊരു ഭാവത്തോടെ കണ്ണിൽ ആദിയോടുള്ള പകയും നിറച്ച് ആരും അവരെ തന്നെ നോക്കി നിന്നു. ദീർഘചുംബനത്തിന് ശേഷം കണ്ണൻ അവളുടെ ചുണ്ടുകളെ മോചിപ്പിച്ചതും ആദി നെഞ്ചിൽ കൈവച്ച് ആഞ്ഞു ശ്വാസം വലിച്ചു വിട്ടു.